ഒരു ഒരു എന്താ പറയുക, ഒരു പുഴുത്ത മൃഗത്തിനോട് പോലും കാണിക്കുന്ന അത്ര ദയ പോലും ആ പെണ്ണിന് ആ വീട്ടിൽ കിട്ടുന്നില്ല. മനസ്സ് നൊന്ത് ഇവിടെ എന്തെങ്കിലും ചെയ്താൽ നമ്മക്കാണ് നഷ്ടം, അവർക്കൊന്നും പോകാനില്ല. ആ സംഭവത്തില് അവൻ പറഞ്ഞെന്താന്ന് എനിക്ക് കേൾക്കണം. അവള് തൂങ്ങിയപ്പോ ഞാൻ ചാകട്ടെ എന്ന് വിചാരിച്ചു. കണ്ടിട്ട് നീ കണ്ടില്ല, ഞാൻ കണ്ടു, ചാകട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ വന്ന് പെടയ്ക്കുമ്പോ ഞാൻ പോയിട്ട് കാല് പോക്കി. ഇപ്പൊ എന്തൊക്കെ ചെയ്തു ആ കോച്ച് ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ടില്ല. പുറത്തൊരാളോട് ഒരു കൊച്ചിന് അടിവാരനെ ചവിട്ടി അപകർഷനാക്കി. അത് അവരുടെ തന്തയ്ക്കറിയാം, തള്ളയ്ക്കറിയാം, എല്ലാവർക്കും അറിയാതെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ കൊച്ചിനെയും ചിലപ്പോൾ അവർ കൊല്ലും, എന്റെ മോളെയും കൊല്ലും. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കേളൻ പീടികയിൽ നിന്നും പുറത്തു വന്നത്. പായം സ്വദേശിനിയായ സ്നേഹ എന്ന യുവതിയെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്നേഹയ്ക്ക് വെറും 24 വയസ്സ് മാത്രമാണ് പ്രായം. കൂടാതെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ അമ്മ കൂടിയാണ്. ഭർത്തൃവീട്ടിൽ നിന്ന് സ്നേഹയ്ക്ക് നിരന്തരമായ ദേഹോപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അവിടെ നടന്ന മർദ്ദനങ്ങളെക്കുറിച്ച് സ്നേഹയുടെ ഇളയമ്മ ബന്ധുവിനയച്ച ഒരു വാട്സപ്പ് സന്ദേശവും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറം തന്റേതുപോലെയല്ലെന്ന് പറഞ്ഞുപോലും ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായും സ്നേഹയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പലതവണ ഉപദ്രവം സഹിക്കവയ്യാതായതോടെ രാത്രിയടക്കം സ്നേഹ വിളിച്ചതനുസരിച്ച് ബന്ധുക്കൾ പോയി കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ സ്നേഹയുടെ ആത്മഹത്യാ കുറിപ്പും പോലീസിന് ലഭിച്ചു. തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനും മാത്രമാണ് എന്നാണ് സ്നേഹ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. 2020 ജനുവരി 21 സ്നേഹയും ജിനീഷും വിവാഹിതരാകുന്നത്. ജിനീഷ് ഒരു ലോറി ഡ്രൈവറാണ്. തുടക്കം മുതലേ ജിനീഷിന് സംശയരോഗമുണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇരുവർക്കും 3 വയസ്സുള്ള ഒരു കുഞ്ഞാണുള്ളത്. കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിൽ പോലും സ്നേഹയെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു. സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞും പീഡനം പതിവായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഭർത്താവിന്റെ ശല്യം സഹിക്കവയ്യാതായതോടെ സ്നേഹയുടെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചുവെങ്കിലും പോലീസ് ഇടപെട്ട സംഭവം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ഒടുവിൽ ഈ മാസം 15-ാം തീയതി സ്നേഹ ഉള്ളിക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് സ്നേഹ സ്വന്തം വീട്ടിലേക്ക് പോരുകയും ചെയ്തു. എന്നാൽ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജിനീഷ് സ്നേഹയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപും ഭർത്താവ് സ്നേഹയെ വിളിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇതിനുശേഷം സ്നേഹ പൊട്ടിക്കരയുന്നത് വീട്ടിലുള്ളവർ കണ്ടതായി മൊഴിയുണ്ട്. യുവതിയുടെ മരണത്തിന് പിന്നാലെ ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ്. കൂടാതെ ഭർത്താവ് ജിനീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.